2025 ആദ്യ പകുതി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വർഷം പിറന്നതിന് പിന്നാലെ രാജ്യത്തും ലോകത്തും സംഭവിച്ചതിൻ്റെ നേർസാക്ഷ്യങ്ങളും നമ്മൾക്ക് മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഈ ദുരന്തങ്ങളെല്ലാം 2025? ദുരന്തങ്ങളുടെ കാണാക്കയങ്ങൾ നീന്തിക്കയറിയ നിരവധി വർഷങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2025 അങ്ങനെയൊരു വർഷത്തിൻ്റെ ആവർത്തനമാണെന്നറിഞ്ഞാലോ? 1941 രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച ചരിത്ര സംഭവം നടന്നത്. അമേരിക്കക്കെതിരായ ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണം ലോകം മാറ്റിമറിക്കാൻ പോകുന്ന നീക്കമാണെന്ന് ഒരുപക്ഷെ ജപ്പാൻ പോലും കരുതി കാണില്ല. ലോകത്തെ പിടിച്ചുലച്ച ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങളെല്ലാം ഈ ആക്രമണത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വിനാശം വീണ്ടും പിറന്ന 1941 തന്നെയാണ് ഈ വർഷവും എന്നതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 1941 എന്ന വർഷത്തിലെയും 2025 എന്ന വർഷത്തിലെയും തീയതികൾ എത്തിച്ചേരുക ഒരേ ദിവസങ്ങളിലാണ്. 2025 ജൂൺ 18 ബുധനാഴ്ചയാണെങ്കിൽ 1941 ജൂൺ 18 ബുധനാഴ്ചയാണ്. വർഷത്തിലെ എല്ലാ ദിവസവും അങ്ങനെ തന്നെ. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ടൈം ലൂപ്പിന്റെ ഭാഗമാകുകയാണോ നമ്മൾ? സംഭവത്തെ ചൊല്ലി നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ, കോൺസ്പിരസി തിയറീസ് ആണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ലോക സംഭവങ്ങളെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്നവരിൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം ഭയം ജനിപ്പിക്കുമെങ്കിലും ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്നുള്ളതാണ് സത്യം. ഗ്രിഗോറിയൻ കലണ്ടറിലെ ഇത്തരം ആവർത്തനങ്ങൾ സംഖ്യാശാസ്ത്രജ്ഞരിൽ കൗതുകം നിറയ്ക്കുന്ന കാര്യങ്ങളാണെന്നതിനേക്കാൾ ഉപരി ഈ സിദ്ധാന്തങ്ങളെ കേവലം ആസ്വാദനത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവേണ്ടതില്ല. ലോകാവസാനത്തിലേക്ക് വരെ പോയേക്കാവുന്ന ദുരന്തങ്ങൾ നടന്ന വർഷങ്ങൾ അതിജീവിച്ച മനുഷ്യവംശം കാലോചിതമായ മാറ്റത്തെ ഉൾക്കൊണ്ട് സമകാലീന ദുരന്തങ്ങളെയും മികച്ച രീതിയിൽ അതിജീവിക്കാൻ പ്രാപ്തരാണ്. മനസ്സിലാക്കേണ്ടത്, സൂചിപ്പിച്ച സാമ്യതകൾ പ്രവചനമല്ല, വെറും യാദൃശ്ചികം മാത്രമാണ്.